ഹായ് ഗൈസ്, കുറച്ച് കാലത്ത് ആഗ്രഹമായിരുന്നു ഒരു വ്ളോഗ് തുടങ്ങണമെന്ന്. കാരണം പ്രണയം എന്നും യാത്രയോട് മാത്രമാണ്. അപ്പോൾ നീണ്ട കാലത്ത് ഇടവേളയ്ക്ക് ശേഷം നമ്മളങ്ങനെ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ വ്ളോഗിൻ്റെ സീരീസിലെ ഫസ്റ്റ് എഡിഷനാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ എളിയ വ്ളോഗിൻ്റെ പേര് തെക്ക് വടക്ക്. ഞാനിപ്പോൾ ബേസ് ചെയ്തിരിക്കുന്നത് ഗൾഫിലെ ഒമാൻ എന്ന് പറയുന്ന രാജ്യത്തിലെ ഏറ്റവും തെക്കേ അറ്റത്ത് യമൻ എന്ന് പറയുന്ന ഒരു രാജ്യമായിട്ട് അതിർത്തി പങ്കിടുന്ന സലാല എന്ന് പറയുന്നൊരു കൊച്ചു നഗരത്തിലാണ്. സലാല ഓൾറെഡി പലർക്കും പരിചിതമായിരിക്കും. കാരണം ഗൾഫ് മേഖലയിൽ ഖരീഫ് എന്ന് പറയുന്ന നാട്ടിലെ മൺസൂൺ കാലത്ത് മഴ ലഭിക്കുന്ന ഒരേ ഒരു സ്ഥലമാണ് ഗൾഫിലെ കേരളം എന്ന് പറയപ്പെടുന്ന സലാല. സലാലയിൽ ഞാൻ വന്നിട്ട് ഇപ്പോൾ 2 വർഷത്തിന് മുകളിലായി. ഇവിടെ പല പല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളുണ്ട്. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ പോപ്പുലർ ആയിട്ടുള്ള ലോക്കൽ ഒരു സ്ഥലമാണ് മിർബാത്ത് എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു കോസ്റ്റൽ ടൗൺ. അപ്പോൾ ഈ ഇടയ്ക്ക് ഇവിടെ സ്കൂബ ഡൈവിങ് ഒരു മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കുന്നതായിട്ട് അറിഞ്ഞിട്ട് ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ്. ഞങ്ങൾ 4 പേരുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടനാട്ടുകാരനായ ജോ, പിന്നെ 2 നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ റോഷൻ റിസോർട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തുണ്ട്. ഈ സ്കൂബ ഡൈവിങ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് സലാല ടൂർസ് ആൻഡ് അഡ്വഞ്ചേഴ്സ് എന്ന് പറയുന്ന അവർക്ക് ഓർഗനൈസേഷനാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വന്നപ്പോഴത്തേക്കും കാലാവസ്ഥ അനുകൂലമല്ലാത്തതാണ്. അത് ഇന്നത്തേക്ക് മാറ്റുമായിരുന്നു. ഇന്ന് ഞങ്ങൾ വീണ്ടും എത്തിയിട്ടുണ്ട്. എന്താണ് അവസ്ഥ നോക്കാം നമുക്ക്. നിങ്ങൾ ജസ്റ്റ് ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ടിരിക്കുക. വെറും അടിപൊളി സ്ഥലമാണ്. നമുക്ക് അടിപൊളി ബീച്ച്, സൂപ്പർ സ്ഥലം തന്നെയാണിത്. നമ്മുടെ നാട്ടിലെ ബീച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബഹളമില്ല. അതുകൊണ്ട് തന്നെ ഈ ബീച്ചസ് പൊതുവെ വളരെ ക്ലീനാണ്. പിന്നെ വെള്ളത്തിൻ്റെ കളർ നാട്ടിലെ പോലെ ഒരു കലങ്ങിയ ടൈപ്പ് കളറല്ല, നല്ല റിച്ച് ബ്ലൂ കളറാണ്. നല്ല സാച്ചുറേറ്റഡ് ആയിട്ടുള്ള നല്ലൊരു ബ്ലൂ കളറാണ്. മാത്രമല്ല മണ്ണിലും കൂടുതൽ ലിറ്ററിങ് ഒന്നുമില്ല, വളരെ നീറ്റാണ്. നമ്മളെ ഡൈവിംഗ് പോയിന്റിലേക്ക് കൊണ്ടുപോകാനുള്ള ബോട്ട് വന്നിട്ടുണ്ട്. ഈ ബോട്ടിലായിരിക്കും നമ്മൾ ഒരു 15 മിനിറ്റോളം അകത്തോട്ട് പോയിട്ട് അവിടെ ഒരു സൈറ്റിലാണ് ഡൈവ് ചെയ്യുന്നത്. ആക്ച്വലി 2 സൈറ്റിൽ ഡൈവ് ചെയ്യുന്നതാണ് കൂടി പറഞ്ഞിരിക്കുന്നത്. ഒരു ഷിപ്പ്രെക് സൈറ്റും പിന്നെ ഒരു മീനുകളൊക്കെ ഉള്ള ഒരു സൈറ്റും. അപ്പോൾ ഇന്ന് കളർ വളരെ എൻകറേജിങ് ആണ്. നല്ല നീല നിറത്തിലാണുള്ളത്. അതും കാറ്റും അന്നത്തെ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഉള്ള അത്രയും വയലൻ്റ് അല്ല. അതുകൊണ്ട് മൊത്തം സ്മൂത്ത് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടറിയാം. ഗൈസ്, നമ്മളപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ബോട്ടിലായിട്ട് നമ്മളിങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വന്നതിനേക്കാളും വളരെ കാമാണെന്ന് കടൽ. കുറേ കൂടെ ക്ലിയറുമാണ്. കഴിഞ്ഞ ദിവസം വന്നപ്പോഴത്തേക്കും കുറച്ച് റഫായിരുന്നു. ഇന്ന് അലകൾ പൊതുവെ കുറച്ചുകൂടെ സോഫ്റ്റാണ്. നമുക്ക് ബോട്ടിലേക്ക് വന്നതിനെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്.
ആദ്യത്തെ ഡൈവ് കഴിച്ചിട്ട് നമ്മൾ അടുത്ത ബീച്ചിലോട്ട് പോവുകയാണ്. ആദ്യത്തെ ഡൈവിൻ്റെ ലൊക്കേഷനിൽ നമ്മൾ കുറേ കോറൽ റീഫും നല്ല നല്ല കളർഫുൾ മീനുകളെല്ലാം കണ്ടു. അപ്പോൾ അടുത്ത ലൊക്കേഷനിൽ ഒരു ചൈനീസ് കപ്പൽ മുങ്ങിയതിൻ്റെ ബാക്കിയുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അവിടെ പോകുമ്പോൾ നമുക്കറിയാം എന്താണുള്ളത്. ഓക്കെ വൈസ്. ഹായ് ഗൈസ്, നമ്മൾ ആക്ച്വലി നമ്മുടെ സെക്കൻഡ് സൈറ്റ് ഡൈവിങ് സൈറ്റായ ഷിപ്പ്രെക്ക് എന്ന് പറയുന്ന ലൊക്കേഷൻ ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. കാരണം ഞങ്ങൾ ഫസ്റ്റ് സൈറ്റിലോട്ട് പോകാൻ തന്നെ 1-2 അധികം മീനുകളുടെ പ്രസൻസ് ഉള്ള ഏരിയയിൽ പോകുമ്പോൾ അവിടെ ഫിഷിങ്ങിൻ്റെ ഒരു ആക്ടിവിറ്റി നടക്കുന്നത് കാരണം 2 ഞങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് ടൈം ഞങ്ങൾക്ക് വേസ്റ്റായി. അതുകൊണ്ട് ഓൾട്ടർനേറ്റ് പ്ലാനായിട്ട് നമ്മൾ ഷിപ്പ്രെക്കിന് പകരം നമ്മൾ ഡോൾഫിൻ വാച്ച് അല്ലെങ്കിൽ വെയിൽ വാച്ച് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കൂടെ കടലിൻ്റെ സെൻറ്ററിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലിറ്ററലി വേറെ ലെവൽ എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ഇത് റിയലായിട്ടും വേറെ ലെവലാണ്. ഇന്നേ വരെ കടപ്പുറത്ത് മരിച്ചു കിടക്കുന്ന ചത്ത ശവമായിട്ട് കിടക്കുന്ന തിമിംഗലത്തിനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ സ്കൂൾ ഓഫ് വെയിൽസ് എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം ലിറ്ററലി ഞാൻ കാണുകയാണ്. 6 തിമിംഗലങ്ങൾ, 6 വെയിൽസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. തത്തി കളിച്ച് നടക്കുകയാണ് എല്ലാണോ. ഇതുപോലൊരു സീൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇനി കാണുമെന്ന് എനിക്ക് പറയാനും പറ്റില്ല. വേറെ ലെവൽ, ലിറ്ററലി വേറെ ലെവൽ. ആ ഒരു തകർപ്പൻ വെയിൽ വാച്ചിങ്ങിന് ശേഷം നമ്മൾ പോകുന്നതിന് ഡോൾഫിൻ വാച്ചിങ്ങിന് വേണ്ടിയാണ്. ഡോൾഫിൻസ് ഉള്ള സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞൊരു അടിപൊളി സെഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഒട്ടും ടയേർഡ് അല്ലാതെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ടും വളരെ പ്ലാൻഡ് അല്ലാതെ എടുത്തുകൊണ്ടും പ്രൊഫഷണൽ അല്ലാതെ എടുത്തുകൊണ്ടും ഒരുപാട് പാളിച്ചകളുണ്ട്. അത് നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലത്തെ സംരംഭങ്ങളുമായിട്ട് വളരെ രസകരമായ അനുഭവങ്ങളും സ്ഥലങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ആൻഡ് സീ യു അഗെയിൻ. ബൈ ബൈ.